അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ SNDP യോഗം മുൻ പ്രസിഡന്റ് ആണല്ലോ. ഇപ്പോൾ വെള്ളാപ്പള്ളി വന്ന ശേഷമാണ് ഈ കുത്തഴിഞ്ഞു കിടന്ന പുസ്തകമായിരുന്ന SNDP യോഗത്തെ നല്ല നോട്ട് പുസ്തകമാക്കിയത് എന്നാണ് VN വാസവന്റെ പ്രയോഗം. അപ്പോൾ അതുവരെ കുത്തഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ താങ്കളുടെ കാലത്ത് അങ്ങനെ കുത്തഴിഞ്ഞു കിടക്കുകയായിരുന്നു. 30 വർഷമായിട്ടേ ഉള്ളൂ നന്നായിട്ട്. അപ്പോൾ അങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം നന്നാക്കിക്കൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് CPMന്റെ പ്രതികരണം. എന്താണ് ഇതിൽ അങ്ങേക്ക് മറുപടി പറയാനുള്ളത്? അതോടൊപ്പം തന്നെ ഈ വിദ്വേഷ പ്രസംഗം നടത്താൻ വെള്ളാപ്പള്ളിക്ക് മാത്രം ഒരു ലൈസൻസ് എങ്ങനെ ലഭിക്കുന്നു? കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടായ ഒരവസ്ഥയിൽ SNDP യോഗത്തെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിരിക്കും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. SNDP യോഗത്തിൻ്റെ സംഘടന, അതിൻ്റെ ആശയപരമായ തലങ്ങൾ, ഇതെല്ലാം വളരെ ശോചനീയമായ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഭൗതിക സാഹചര്യം SNDP യോഗത്തിൻ്റെ ഹെഡ് ഓഫീസ് ജപ്തിയിൽ കിടക്കുകയാണ്. അറ്റാച്ച്മെൻറ്റിൽ പണമടച്ചാൽ ജപ്തി തീർത്തിട്ടില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്തിനാ ജപ്തി? 15 കോടി റുപ്യ എടുത്ത് ബാക്ക്വേർഡ് കോർപ്പറേഷനിൽ നിന്ന് എടുത്തിട്ട് ആ പണം ദുരുപയോഗം ചെയ്ത് മൈക്രോ ഫൈനാൻസ് നടത്തേണ്ടതുപോലെ നടത്താതെ, അതുകൊണ്ട് അതിൻ്റെ പണം അടയ്ക്കാതിരുന്നത് കൊണ്ട് നോട്ടീസും കൊടുത്ത് ജപ്തി ചെയ്തിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത കാലത്തെങ്ങാനും ജപ്തി ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കേസ് കഴിഞ്ഞ 2024 ഓഗസ്റ്റ് മാസത്തിൽ, ജൂലൈ മാസത്തിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ എന്താണ് ഈ കേസ് ചാർജ് ചെയ്യാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ കേസ് അന്വേഷിക്കുന്ന സൂപ്രണ്ട് ഓഫ് പോലീസ് പറഞ്ഞു ഉടനെ ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞ്. ആ 1 മാസത്തിനകം അത് ചാർജ് ചെയ്യണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടി ഹൈക്കോടതിയിൽ ക്ലോസ് ചെയ്തിട്ട് അന്ന് വാക്ക് കൊടുത്തിട്ട് പോയി. ഇന്നേ വരെ ആ കേസിൻ്റെ ചാർജ് ഷീറ്റ് കോടതിയിൽ വന്നില്ല എന്ന് പറയാൻ മേല. കോടതിയിൽ ഒരു ചാർജ് കൊടുത്തു, അതിൽ കഴിഞ്ഞിട്ട് അതിലെന്തോ ഡിഫക്റ്റീവായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അത് തിരിച്ചു കൊടുത്തു. വീണ്ടും ഇതുവരെ കോടതിയിലേക്ക് വന്നിട്ടില്ല. അതിനകത്തുണ്ടായിരിക്കുന്ന അന്വേഷണത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ രസമാണ്. അതാണ് SNDP യോഗത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പറയാം. അതായത് ഈ മൈക്രോ ഫൈനാൻസ് മേടിച്ചിട്ട് അത് എങ്ങനെ വിനിയോഗിച്ചു, അത് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്തിരിക്കുന്നത് മുഴുവനും വ്യാജ പേരുകളിൽ വ്യാജ ഒപ്പിട്ട്, അങ്ങനെ ആളുകളില്ല, അങ്ങനെ കൊടുത്തതായിട്ട് ആളില്ല. അത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് കുറേ അധികം കാര്യങ്ങൾ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്തു. ഹൈക്കോടതി തന്നെ ഞെട്ടിപ്പോയി, ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്നുള്ള മട്ടിൽ. ഇതാണ് ഇതിൻ്റെ ഒരു വശം. പിന്നെ ഇവിടെ നന്നാക്കി എത്തിയെന്ന് പറഞ്ഞല്ലോ. SNDP യോഗത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ സ്ഥാനമേറ്റ് ഒക്കെ കാലം മുതൽ ഇങ്ങനെ പരിവേദനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവിച്ചതെന്താ? 10-26 സ്വാശ്രയ കോളേജുകൾ യൂണിയനുകളോട് തുടങ്ങാം, അവരെയെല്ലാം പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് തുടങ്ങി. ₹1 ഹെഡ് ഓഫീസിൽ നിന്ന് സഹായധനമായിട്ട് കൊടുത്തില്ല. അവസാനം ആ കോളേജുകൾ തുടങ്ങിയതിൻ്റെ 90% കോളേജുകളും നടത്തിക്കൊണ്ടു പോകാൻ നിർവാഹമില്ലാതെ ബാങ്കിൽ നിന്നെടുത്ത കടത്തിന് വേണ്ടിയിട്ട് ആ കോളേജുകൾ മുഴുവനും ജപ്തിയിൽ കിടക്കുക. ഇപ്പോൾ സ്വാശ്രയ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് 10-26 കോളേജുകൾ ഉദ്ഘാടനം ചെയ്തതാണ് സംസ്ഥാനം ഒട്ടാകെ. എൻ്റെ സ്ഥലമായ തൊടുപുഴയിൽ ഒരു കോളേജ് ഉണ്ട്. ബാങ്കിൻ്റെ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വലിയ ബോർഡും വെച്ച് ജപ്തി ചെയ്ത് അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടിരിക്കുകയാണ്. ലേലത്തിന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ലേലം പിടിക്കാനെ കൊണ്ട് ആരും വരാത്തതുകൊണ്ട് ബോർഡ് തൂങ്ങി അങ്ങനെ കിടക്കുക. ഇതുപോലെയാണ് SNDP യോഗത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞിട്ട് വലിയ നവോത്ഥാന നായകനായിക്കൊണ്ട് എല്ലാവരെയും പ്രേരിപ്പിച്ച് തുടങ്ങി വെച്ച കോളേജുകളുടെ അവസ്ഥ. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അദ്ദേഹം ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്, ഓരോ പ്രസംഗത്തിലും അദ്ദേഹം പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടി, സമുദായത്തിലെ പാവങ്ങൾക്ക് വേണ്ടി. അപ്പോൾ പാവങ്ങളായ അധ്യാപകരായി ജോലി നോക്കുന്നവർക്ക് SNDP യോഗത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പണം കൊടുക്കാതെ ജോലി കിട്ടുമോ? സത്യം പറയണം, എത്രയാണ് തുക? അയ്യോ, അതിന് ഇനി SNDP വെള്ളാപ്പള്ളി നടേശൻ അടുത്ത ജന്മത്തിൽ ജനിച്ചിട്ട് ജനറൽ സെക്രട്ടറി ആയാലും കൂടിയിട്ട് അത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നോന്ന് തന്നെയായിരിക്കും. അടുത്ത ജന്മത്തിൽ മൂപ്പര് വന്ന് ഭരണമേറ്റാലും അതിൻ്റെ ഉത്തരം നോ എന്ന് തന്നെയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം.
പിന്നെ തുകയൊക്കെ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ശരിയല്ല. കാരണം ഇത് വേണ്ട, ഇപ്പൊ കാര്യം എല്ലാവർക്കും മനസ്സിലാകുമല്ല. ഇവിടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ലേലം വിളിക്കുകയാണ്. ലക്ഷങ്ങളാണ്. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഏറ്റവും കൂടുതൽ തുക സ്വകാര്യ മാനേജ്മെന്റുകൾ ഒരളവുമില്ല സംഭാവന സ്വീകരിക്കാതെ എവിടെയെങ്കിലും ഈ അടുത്ത കാലത്തെങ്ങും ആർക്കെങ്കിലും നിയമനം കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. പിന്നെ ഇതൊക്കെ ഇതിനൊന്നും പുറകെ പോകാനൊന്നും ആർക്കും നേരമില്ല. ഇതിനൊന്നും പുറകെ പോയാൽ അതിനൊക്കെ ഈ ജോലി കിട്ടിയവർക്കാർക്കും ഇത് പുറത്തു പറയാനെ കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോകുന്നു. പണ്ട് എസ് എൻ ട്രസ്റ്റിൻ്റെ മുൻ നേതാക്കളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എസ് എൻ ട്രസ്റ്റിൻ്റെ കോളേജുകളിൽ ഏറ്റവും ചുരുങ്ങിയ തുക സംഭാവന മേടിച്ചുകൊണ്ട് ഉദ്യോഗ നിയമനം നടത്തിയിരുന്നു. അന്ന് രാഘവ വക്കീലിനെ പോലുള്ള നേതാവ് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. SNDP യോഗത്തിൻ്റെ ജയന്തിക്ക് സമ്മേളനത്തിൽ കൊടി പിടിക്കാനും അതുപോലെ ജാഥ നയിക്കാനും ഒരു പ്രക്ഷോഭം പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ജാഥ നയിച്ച് ചെരുപ്പ് തേച്ചുകൊണ്ട് നടക്കുന്ന സാധാരണക്കാരാണ്. ആ പശ്ചാത്തലത്തിൽ വരുന്ന കുട്ടികൾക്ക്, വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾക്ക് കൂടി ഇതിനൊക്കെ അവസരമുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മിതമായ ഒരു സംഭാവന മേടിച്ചുകൊണ്ട് SN ട്രസ്റ്റിൻ്റെയും SNDP യോഗത്തിൻ്റെയും ഒക്കെ സ്ഥാപനങ്ങളിൽ ഉദ്യോഗങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലത്തിന് ഞാൻ സാക്ഷിയാണ്. ഞാൻ 1980 മുതൽ SNDP യോഗത്തിൻ്റെ ബോർഡിലും SNDP യോഗത്തിൻ്റെ കൗൺസിലിലും പിന്നെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനമായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ചെറിയ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇത് SNDP യോഗത്തെ ഇതൊരു കാര്യം. അതിനപ്പുറം രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ രംഗത്ത് ഈ സമൂഹത്തെ, ഈഴവ സമൂഹത്തെ ഒരുമാതിരി ഒറ്റപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. ഈ സൈസ് പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ ക്രിസ്ത്യാനികൾ കൊള്ളൂല്ല, മുസ്ലിങ്ങൾ കൊള്ളൂല്ല, പിന്നെ ആരാ കൊള്ളാവുന്നേ? ഇങ്ങനെ കൊള്ളൂല്ല എന്ന് അവരെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് നടന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ ഏതെങ്കിലും ഒരു കേരളത്തിൽ എവിടെയെങ്കിലും മത്സരിച്ചാൽ കഴിഞ്ഞ വർഷത്തെ സമ്മേളനത്തിലാണത്രേ നായാടി മുതൽ നമ്പൂരി വരെ. അതെ, ആ മുദ്രാവാക്യം കൊണ്ട് പോയിട്ട് എവിടം വരെ എത്തി എന്നുള്ള വിവരം നമ്മളൊന്ന് കണ്ടതാണല്ല. അപ്പോൾ ഈ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള മുദ്രാവാക്യം എവിടെ പോകുന്ന അധികം വൈകാതെ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെയൊന്നുമല്ല. നായാടിയും നമ്പൂതിരിയും മുസ്ലിമും ക്രിസ്ത്യാനികളും ഒക്കെ ചേർന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിൻ്റേത്. അതിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സെഗ്മെൻസിനെതിരെ എന്നും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടും ഒന്നും ഈ കേരള സമൂഹത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഈഴവ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല. ഈഴവ സമൂഹത്തിൽ നിന്നും കഴിവുള്ള നേതൃവാസനയുള്ള ആളുകൾക്ക് വളർന്നു വരാനും അവരെ പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യതയിലേക്ക് വളർത്തിയെടുക്കാനും കഴിയുന്ന വേദിയായിട്ട് SNDP യോഗത്തിൻ്റെ വേദികൾ മാറണം. അപ്പോൾ SNDP യോഗത്തിൻ്റെ ഭാരവാഹിയായിട്ടിരുന്നാൽ, SNDP യൂണിയൻ്റെ ഭാരവാഹിയായിട്ടിരുന്നാൽ ആ സമൂഹത്തിലെ ഏത് വേദികളിലേക്കും, അത് ക്രിസ്ത്യാനിയുടെ വേദിയാണെങ്കിലും മുസ്ലിമിൻ്റെ വേദിയാണെങ്കിലും ആ വേദിയിലേക്കൊക്കെ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു ഗസ്റ്റായി, ഒരു അതിഥിയായി കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു കാലത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് പിന്നോക്ക സമുദായ മുന്നണിയുടെ യോഗങ്ങളാണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ സമൂഹങ്ങളുടെയൊക്കെ വലിയ പള്ളികളുടെയും അവരുടെയൊക്കെ ശതാബ്ദി ആഘോഷിക്കുന്ന ആ വേദികളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ എത്രയോ ഹൃദ്യമായിട്ട് SNDP യൂണിയൻ തല നേതാക്കളെയും SNDP യോഗത്തിൻ്റെ നേതാക്കളെയും ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരുന്ന നാളുകളെ കുറിച്ചിട്ടുള്ള നല്ല 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 ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഭരണപക്ഷത്തിലല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളിൽ ചില നേതാക്കളുടെ പ്രതികരണം, അതായത് ഈ പറഞ്ഞ ഈഴവ വോട്ടുകൾ പ്രധാനമാണ് എന്ന് തോന്നുന്നിടത്തായിരിക്കണം ഒരുപക്ഷെ കെ ബാബു അവിടെ പ്രതികരിക്കുന്നത്. ഹൈബി ഉടൻ ആ ചടങ്ങിലെത്തിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയെക്കുറിച്ചും വെട്ടിത്തുറന്ന് പറയുന്നതിനെക്കുറിച്ചൊക്കെ പുകഴ്ത്തുന്നു. ഇതാണ് ആ ചടങ്ങിൽ ഉണ്ടായിരിക്കുന്നത്. അതല്ലാതെ പൊതുവെ കോൺഗ്രസ് അതിനോട് പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി കൊണ്ട് പറയിക്കുകയാണ് എന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് CPIM വെള്ളാപ്പള്ളിയെ വിമർശിക്കാത്തതല്ല, ആ പേരെടുത്തുകൊണ്ട് വിമർശിക്കുകയോ കേസ് എടുക്കുകയോ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? താങ്കൾ ഈ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈഴവരുടെ വോട്ട് അല്ലെങ്കിൽ ഈഴവർക്ക് മേൽ വെള്ളാപ്പള്ളിക്ക് വലിയ സ്വാധീനമില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അങ്ങനെയല്ല തിരിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നത്. വലിയ സ്വാധീനം വെള്ളാപ്പള്ളിക്കുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞാലേ അങ്ങോട്ട് തിരിയൂ എന്നുമാണ് സമുദായങ്ങൾ ചെയ്യുന്നത് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നത്. അത് പൂർണ്ണമായും തെറ്റാണെന്ന് അങ്ങേക്ക് തെളിയിക്കാൻ പറ്റുമോ?
അത് മുൻപൊരിക്കൽ ഈ മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ വട്ടം ഉണ്ടായപ്പോൾ അതിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറയുകയുണ്ടായി, ഇത് ഒരു മാരീച വേഷം കെട്ടിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഈ കേരളത്തിലെ പല രാഷ്ട്രീയക്കാരെയും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പല രാഷ്ട്രീയ നേതാക്കളെയും വളരെ ഭംഗിയായിട്ടും മനോഹരമായിട്ടും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തം മകനെ BJPക്ക് ആളെ കൂട്ടാനും സ്വന്തം ഭാര്യയെ അതിന് അരുതിന്ന് കൊടുക്കാനും വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു. അദ്ദേഹം ഇതിന് പറ്റുന്ന വിധത്തിൽ കേരളത്തിലെ സാമുദായിക അന്തരീക്ഷത്തെ പരുവപ്പെടുത്താൻ വേണ്ടിയിട്ട് LDF നേതാക്കളെ സ്ഥാനത്തോ അസ്ഥാനത്തോ ഒക്കെ ഒന്ന് പ്രശംസിച്ച് നല്ലപോലെ ചിരിച്ച് കാണിച്ച്, പിന്നെ ഒരുതരം മയക്കുമരുന്ന് പോലെ എന്തൊക്കെയോ സാധനങ്ങൾ അദ്ദേഹത്തിന് കയ്യിലുണ്ട് ഈ ചില രാഷ്ട്രീയ നേതാക്കളെയൊക്കെ വളരെ എളുപ്പത്തിൽ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളാപ്പള്ളി കൊടുത്തിരിക്കുന്ന ചില മയക്കുമരുന്നിൻ്റെ ആലസ്യത്തിൽ നിന്ന് ഇപ്പം ചിലരൊക്കെ ഉണർന്നു കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ഹെഡ്ലൈൻസിൽ കണ്ടു, ഏതാ മിസ്റ്റർ സ്വരാജോ മറ്റേ ഈ പ്രസ്താവനയെ വളരെ ഖണ്ഡിതമായിട്ട് സ്വരാജിൻ്റെ പ്രസ്താവന ഞാൻ തലവാചകം കണ്ടു, നിങ്ങളുടെ ചാനലിലോ വേറെ ഏതോ ചാനലിലോ കണ്ടു. ഖണ്ഡിതമായിട്ട് ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ ഒരുമാതിരി വിടക്ക് വർത്തമാനമാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം തള്ളിപ്പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. പക്ഷേ സ്വരാജിന് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.